ചാർട്ട് അനാലിസിസിലെ മൂന്നാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ ആദ്യത്തെ 2 വീഡിയോയും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് വരിക. അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പഠിച്ചതെന്ന് പറയുന്നത് ട്രേഡിംഗ് വ്യൂവിലെ ബേസിക് ആയ കുറച്ച് കാര്യങ്ങൾ. ട്രേഡിംഗ് വ്യൂ എങ്ങനെ നമുക്ക് ട്രേഡിംഗ് വ്യൂവിലേക്ക് വരാം. അത് മാത്രമല്ലാതെ കുറച്ച് ബേസിക് ആയ കാര്യം. അപ്പോൾ ഈ ഒരു ടൂളിനെ കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ എങ്ങനെ ഇത് എടുത്തിടണം, എങ്ങനെ ഓരോ ടൂൾ ഫേവറേറ്റ് ആക്കണമെന്നൊക്കെ. രണ്ടാമത്തെ വീഡിയോയിൽ നോക്കിയെന്ന് പറയുന്നത് ക്യാൻഡിൽ സ്റ്റിക്കാണ്. അതായത് ഓരോ ക്യാൻഡിലും എങ്ങനെയാണ് വരുന്നത്, പോകുന്നത്, എല്ലാ കാര്യങ്ങളുമാണ് രണ്ടാമത്തെ വീഡിയോയിൽ നോക്കിയത്. അപ്പോൾ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. ചാർട്ട് അനാലിസിസ് എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു സാഗരമാണ്. അതിൽ കുഞ്ഞു കുഞ്ഞു നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ മണൽത്തരിയിൽ അത്ര പോലും എത്തിയിട്ടില്ല. ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓരോ ക്യാൻഡിലിനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. റെഡ് ക്യാൻഡിലും ഉണ്ട്, ഗ്രീൻ ക്യാൻഡിലും ഉണ്ട്. ക്യാൻഡിൽ എന്താണ്, ക്യാൻഡിലിൻ്റെ ഓപ്പൺ എന്താണ്, ഹൈ എന്താണ്, ക്ലോസ് എന്താണ്, OHLC, പിന്നെ എന്തുകൊണ്ട് വിക്ക് വരുന്നു എന്ന് ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വിക്ക് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഇപ്പോൾ 5 മിനിറ്റ് ക്യാൻഡിലാണ്. ഞാൻ നേരെ 1 മിനിറ്റ് ക്യാൻഡിലോട്ട് പോവാണ്. അപ്പോൾ 1 മിനിറ്റ് ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിലിനെക്കാളും താഴെയാണ് ഈ ഒരു ക്യാൻഡിൽ വരുന്നതെങ്കിൽ, അതായത് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, നമുക്ക് എപ്പോഴും അതിനെ റെഡ് ക്യാൻഡിൽ എന്ന് പറയാം. അപ്പോൾ ഈ റെഡ് ക്യാൻഡിൽ ഇനി ഇങ്ങോട്ട്, ഇതിപ്പോൾ ഇവിടെയാണ് ഇതുവരെ എത്തിയത്, അതായത് വിറ്റ് ഇതുവരെ എത്തി. പിന്നെ വീണ്ടും ബയ്യേഴ്സ് കൺട്രോൾ എടുത്ത് ഇതിനെ തിരിച്ച് കയറ്റി കൊണ്ടുപോവാണ്. അപ്പോൾ ഇത് കയറി പോകുമ്പോഴത്തേക്കും പ്രീവിയസ് ആയി വന്നെടുത്ത് നിന്ന് തിരിച്ച് മുകളിലോട്ട് വരുമ്പോഴത്തേക്കും ആ ബോഡി മാറി വിക്കായിട്ട് വരും. അങ്ങനെയാണ് മെയിനായിട്ട് വിക്ക് വരുന്നത്. എന്ന് വെച്ചാൽ രണ്ടുപേരും തമ്മിലുള്ള അടിയാണല്ലോ. അപ്പോൾ ഹൈ പോയിന്റിൽ നിന്ന് തിരിച്ച് ലോ പോയിന്റിലേക്ക് വരുമ്പോൾ ഒരു കംപ്രഷൻ പോലെ വരും. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു കംപ്രഷനാണ് മെയിനായിട്ട് വിക്ക് ഫോർമേഷൻ ഉണ്ടാവാനുള്ളൊരു കാരണം. ഇപ്പോൾ ഇത് എന്തുകൊണ്ട് ഗ്രീൻ ക്യാൻഡിൽ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനേക്കാളും മുകളിൽ ഇത് ക്ലോസ് ചെയ്തു. ഇവിടെയാണ് ഇതിൻ്റെ ഹൈ വരുന്നത്. അതായത് ഈ ഒരു ക്യാൻഡിലെ ഹൈ നോക്കുകയാണെങ്കിൽ, ഈ ഒരു ക്യാൻഡിലെ ഹൈ നോക്കുകയാണെങ്കിൽ 1,600,000, 1,07,600. ഈ ഒരു ഹാൻഡിലെ ഹൈ നോക്കുകയാണെങ്കിൽ 1,07,604. അപ്പോൾ അതുവരെ പോയി. പിന്നെ ക്ലോസ് നോക്കുകയാണെങ്കിൽ 1,07,603. ഇവിടുത്തെ ക്ലോസ് നോക്കുകയാണെങ്കിൽ 1,07,596. ചെറിയൊരു ഡിഫറൻസ്. കാരണം നമ്മളിപ്പോൾ എടുത്തത് 1 മിനിറ്റ് ക്യാൻഡിൽ, അതുകൊണ്ട് മാത്രം. ഇപ്പോൾ വീണ്ടും ഡൗൺ ആയിട്ടുണ്ട്. ഇതിനേക്കാളും താഴെ പോയി വീണ്ടും. അപ്പോൾ 1 മിനിറ്റ് ക്യാൻഡിൽ എടുത്ത് നോക്കിയാൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഓരോ ക്യാൻഡിലും ഇങ്ങനെ നോക്കാം. ഇത് ഓരോ ക്യാൻഡിലും നമ്മളെടുത്ത് ഓരോ കഥകൾ പറയുന്നുണ്ട്. അതെന്താണെന്ന് വരും ദിവസങ്ങളിൽ നോക്കാം. അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനമായിട്ട് ഏത് ഈ പറയുന്ന ചാർട്ട് അനാലിസിസിലും പ്രധാനമായിട്ട് കാണുന്ന ഒരു ടോപ്പിക്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. നിങ്ങളിത് കേട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ, സപ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കൈത്താങ്ങ്, അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ചെയ്യുന്നു എന്നൊക്കെ പറയാം. റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു തടസ്സം നേരിടുന്നു, അതായത് റെസിസ്റ്റ് ചെയ്യുന്നു, അങ്ങോട്ട് പോകാൻ പറ്റാതെ ഒരു തടസ്സം. അപ്പോൾ ഒരു തടസ്സം ആൻഡ് സഹായം എന്നൊക്കെ ഈസി ആയിട്ട് പറയാം. അപ്പോൾ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ബയ്യേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള അടിയാണെന്ന് ആദ്യമേ പറഞ്ഞു. അപ്പോൾ ഈ രണ്ടുപേരും തമ്മിൽ അടി വയ്ക്കുന്ന സമയത്ത് ചില പെർട്ടിക്കുലർ പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സിൽ എത്തിയിട്ടേ തിരിച്ച് മാർക്കറ്റ് കയറുള്ളൂ. ആ പെർട്ടിക്കുലർ പോയിന്റ്സിൽ ഇപ്പോൾ ബയ്യേഴ്സിൻ്റെ ആധിപത്യമുള്ള സ്ഥലവും കാണും, സെല്ലേഴ്സിൻ്റെ ആധിപത്യമുള്ള സ്ഥലവും കാണും. രണ്ടുപേരും നോട്ടം ഇട്ട് വച്ചിരിക്കുന്ന ചില പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സിലെത്തുമ്പം ഇവരെല്ലാം കൂട്ടത്തോടെ ബൈ ചെയ്യും, അല്ലെങ്കിൽ കൂട്ടത്തോടെ വിൽക്കും. അപ്പോൾ ആ പോയിന്റ്സ് ആണ് നമുക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറയാം. ഇത് സപ്പോർട്ട് റെസിസ്റ്റൻസ് 100% ഈ ട്രേഡിങ്ങിന് കൺഫർമേഷൻ ആണെന്ന് ചോദിച്ചാൽ അല്ല. ബട്ട് നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് വേണം. ഏതൊക്കെയാണ് മേജർ പോയിന്റ്സ് എന്ന് ഈസി ആയിട്ട് അറിയാം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന 1 മിനിറ്റിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് വരച്ചിട്ട് കാര്യമില്ല. കാരണം 1 മിനിറ്റൊക്കെ ഹൈലി ഫ്ലക്ച്വേഷൻ നിറഞ്ഞ മാർക്കറ്റാണ്. സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പല ടൈം ഫ്രെയിമിൽ വരയ്ക്കാം. അതായത് ഓരോ ടൈം ഫ്രെയിമിലും ഓരോ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ്. ഇപ്പോൾ ക്രിപ്റ്റോ എന്ന് പറയുമ്പോൾ നമുക്ക് സ്കാൽപ്പിംഗ് ചെയ്യുന്നതിനേക്കാളും മെജോറിറ്റി ഒരു ഡേ ട്രേഡ് ലെവൽ നോക്കുന്നതാണ് ബെറ്റർ. ചെറിയ ട്രേഡ്സ് എടുക്കാം, ഇൻട്രാഡേ പോലുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. പക്ഷെ അത്രയും നമ്മൾ വിചാരിച്ചത്ര ഓളിയോ എത്തത്തില്ല. കാരണം ക്രിപ്റ്റോയുടെ ടോട്ടൽ മാർക്കറ്റ് ഓളിയോ എന്ന് പറയുന്നത് 2-3 ട്രില്യൺ മാത്രമേ ഉള്ളൂ. ഇവിടെ സ്റ്റോക്ക്, ഫോറക്സ് എന്നൊക്കെ പറയുന്നത് 5, 6, 7 ട്രില്യൺ ഒരു ദിവസം ആ മാർക്കറ്റ് നടക്കുന്നുണ്ട്. ഇവിടെ ക്രിപ്റ്റോ മൊത്തത്തിലാണ് അത്രയും. അപ്പോൾ ഡേ ട്രേഡ് 2 ദിവസത്തിലൊരിക്കൽ, അല്ലെങ്കിൽ നമുക്കൊരു മാർക്കറ്റിൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ട്രേഡ് ചെയ്യാം, ഇന്ന ടാർഗറ്റ്സ് നോക്കിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ 15 മിനിറ്റാണ് എടുത്തത്. ഇപ്പോൾ 15 മിനിറ്റിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കണം. അപ്പോൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കണമെങ്കിൽ ഫസ്റ്റ്ലി മാർക്കറ്റ് ചെറുതാക്കണം. അതായത് ചെറുതാക്കിയിട്ട്
ഇല്ല, ഞാൻ ഇന്നലെ വരച്ച വിക്കും കുന്തമൊക്കെ ഇതായിരിക്കുന്നത്. ഒന്ന് ഫസ്റ്റ് ക്ലിയർ ചെയ്തോട്ടെ. ഫസ്റ്റ് റിമൂവ്. എല്ലാ ഡ്രോയിങ്ങും കളഞ്ഞു. മാർക്കറ്റ് ചെറുതാക്കണം. മാർക്കറ്റ് ചെറുതാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ടച്ച് ചെയ്ത അപ്പ് പോയിൻറ്റും ഡൗൺ പോയിൻറ്റും, അതായത് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുള്ള ഹയസ്റ്റ് പോയിൻറ്റും ഡൗൺ പോയിൻറ്റുമാണ് നമ്മൾ നോക്കുന്നത്. അതായത് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തിട്ടുള്ള ടോപ്പ് പോയിൻറ്റും ഡൗൺ പോയിൻറ്റും. ഇപ്പോൾ ടോപ്പ് പോയിൻറ്റ് ഇതാണ് നമ്മൾ എടുക്കുന്നത്. ഇത്ര സിനാരിയോ എടുക്കുന്നുള്ളൂ ഇത് തൊട്ട്. കാരണം മോളിൽ നിന്ന് താഴെ ഇറങ്ങി വന്നു. അപ്പോൾ ഇത് തൊട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് തൊട്ട് എടുക്കുമ്പോഴത്തേക്കും സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ടച്ച് വന്നു, അതേ ഒരു ലെവലിൽ ഇവിടെ ഒരു ടച്ച് വന്നു, പിന്നെ ഏകദേശം അതിൻ്റെ അടുത്തെത്തുന്ന ലെവലിൽ ഇവിടെ ഒരു ടച്ച്, പിന്നെ അതാ ഈ ഒരു ടച്ച്. അപ്പം 3 ടച്ച് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ ട്രെൻഡ് ലൈനാണ് മെയിനായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കായി എടുക്കുന്നത്. എല്ലാവരും ട്രെൻഡ് ലൈൻ വെച്ചിട്ടാണ് മെയിനായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസും വരയ്ക്കുന്നത്. കണ്ടോ, അതാണ് ആ ഒരു പോയിന്റ് മെയിനായിട്ട് പറയുകയാണെങ്കിൽ. ഇത്രയുള്ള സിനാരിയോ മാത്രമേ എടുത്തതുള്ളൂ. അപ്പോൾ ഈ ഒരു സിനാരിയോയിൽ ടച്ചിങ് പോയിന്റിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. ടച്ച് ചെയ്തു. അപ്പോൾ ഇവിടെ മെയിനായിട്ട് 1 2 3 4 5 6 ടച്ച് ഇവിടെ കിട്ടി. ഇനി നേരെ അടുത്ത ഡൗണിൽ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്ത പോയിന്റ്സ് നോക്കണം. ഡൗണിൽ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്ത പോയിന്റ് ഇത് തന്നെയാണ്, ഈ ഒരു പോയിന്റ്. ഇവിടെ നിന്ന് ഞാൻ കീബോർഡിൽ ഷിഫ്റ്റ് ഞെക്കിയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ട്രെൻഡ് ലൈൻ പക്കയായിട്ട് വരും. അതുകൊണ്ട് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പക്കയായിട്ട് കിട്ടും. കണ്ടോ, ഇനി ഈ ട്രെൻഡ് ലൈനിന് പകരം വേണമെങ്കിൽ ഞാൻ ഈസി ആയിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കുന്ന ഈ ഹൊറിസോണ്ടൽ ലൈനാണ്. ഇതാകുമ്പോൾ ഒറ്റ വര കൊടുത്തു കഴിഞ്ഞാൽ ഈ ചാർട്ടിൻ്റെ എൻഡ് വരെ നമുക്ക് ഏതുവരെ കാണാൻ പറ്റുന്നുണ്ടോ അതുവരെ പോകും. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ 15 മിനിറ്റിലെ ലാസ്റ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ്. ഏറ്റവും ലെവൽ ഈ സപ്പോർട്ട് റെസിസ്റ്റൻസും ചെറിയ ഡിഫറൻസ് വരും. കാരണം ചില വിക്ക് വരണ അനുസരിച്ചിട്ട് ചെറിയ ഏരിയ മൈനോറിറ്റീസ് വരും. അത് മാർക്കറ്റ് ഒന്ന് സൂം ചെയ്തിട്ട് നോക്കാം. പിന്നെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒരിക്കലും സപ്പോർട്ട് റെസിസ്റ്റൻസ് മാത്രം നോക്കി ട്രേഡ് എടുക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്താണ്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഓർഡേഴ്സ് ഉണ്ടാകുമെന്നും അവിടെ എത്തുമ്പോൾ ആൾക്കാർ ഒന്നീ ബൈ ചെയ്യുന്നു സെല്ല് ചെയ്യുമെന്നും വലിയ മാർക്കറ്റ് മേക്കേഴ്സും വേറെ പല ആൾക്കാർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ബ്ലൈൻഡ് ബിലീഫായിട്ട് ഒരിക്കലും സപ്പോർട്ട് റെസിസ്റ്റൻസ് മാത്രം വെച്ച് ട്രേഡ് എടുക്കരുത്. അപ്പോൾ ഇതാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ്. ഇപ്പോൾ മനസ്സിലായില്ലേ? ഇനി ഒരു മാജിക് കാണിച്ചുതരാം. മാജിക് മീൻസ് ഞാനിപ്പോൾ വരച്ചത് 15 മിനിറ്റിൻ്റെ ചാർട്ടാണ്. ഇനി നേരെ ഒരു 1 അവർ ചാർട്ടിലേക്ക് പോവാണ്. നമ്മുടെ സപ്പോർട്ട് റെസിസ്റ്റൻസും കണ്ട എന്ത് ചെറുതായെന്ന്. 15 മിനിറ്റ് ചാർട്ട് പോലെയല്ല, 1 മണിക്കൂറിലെ ചാർട്ട്. അവിടെ ഈ സിനാരിയോ കുറേ കൂടെ ചെറുതാണ്. 1 മണിക്കൂറല്ലേ? കാരണം 15 മിനിറ്റ് എന്ന് പറയുമ്പോൾ 1 മണിക്കൂറിനകത്ത് 15 30 45 60 4 ക്യാൻഡിൽ വരുന്നുണ്ട്. ഇവിടുത്തെ ഒരു ക്യാൻഡിലാണ് 15 മിനിറ്റിലെ 4 ക്യാൻഡിൽ. അത് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. അതായത് ഇത് നമ്മളിപ്പോൾ വരച്ച സപ്പോർട്ട് റെസിസ്റ്റൻസും കറക്റ്റ് തന്നെയാണ്, തെറ്റൊന്നുമല്ല. ബട്ട് ഇവിടെ എത്തുമ്പോഴത്തേക്കും അതൊരു ലോങ്ങർ സിനാരിയോ ആയിട്ട് കണക്കൂട്ടണം. എന്ന് വെച്ചാൽ ഇവിടെ എത്തുമ്പോഴത്തേക്കും ഈ ഒരു ഇതിനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. കണ്ട, ഇതാണ് ലാസ്റ്റ് വന്ന ഒരു പോയിന്റ്. അതേ പോയിന്റിൽ തന്നെയാണല്ലോ വീണ്ടും മാർക്കറ്റ് വന്നിട്ടുള്ളത്. കണ്ടോ, ഇവിടെ ഇറങ്ങിയില്ല, ബട്ട് ഇവിടെ ഇറങ്ങി ആ ഒരു പോയിന്റിൽ. ഇനി ഇങ്ങോട്ട് ചെറുതാക്കി കഴിഞ്ഞാൽ മേ ബി ഇവിടെ അതേ സപ്പോർട്ട് റെസിസ്റ്റൻസും ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് വന്നിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. കണ്ട, ഇവിടെ നമുക്ക് ടച്ചിങ് വന്നു. ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ്, ഇതേപോലെ ഓരോ സോണിലും സപ്പോർട്ടും റെസിസ്റ്റൻസും ഉണ്ട് മാർക്കറ്റിൽ. അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. ഇതാണ്ട, ഇപ്പോൾ നമ്മുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്തുമാത്രം വലുതായെന്ന് കണ്ട. ഇതൊരു മേജർ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോണാണ്. കണ്ട, മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ ഒരു സോൺ കണ്ടില്ലേ? ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് സോണിൽ മാർക്കറ്റ് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് 2 കാര്യം ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിൽ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ സംഭവിക്കും. 2 കാര്യം. അത് എന്തൊക്കെയാണെന്ന് ഇത് ഫുള്ളാക്കി ഇത്രയും മതി. എന്തായാലും സപ്പോർട്ട് റെസിസ്റ്റൻസ് മനസ്സിലായില്ലേ?
ഇനി ഇതിൽ രണ്ട് കാര്യം സംഭവിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുകയാണെങ്കിൽ മാർക്കറ്റ്, ഞാൻ ഇതെടുക്കുക, ഈ ടൂൾ, ഇതാണ് പാത്ത് ടൂൾ എന്ന് പറയും. ഇവിടുന്ന് മാർക്കറ്റ് വരുന്നു, ഈ ഒരു സോണിൽ മാർക്കറ്റ് വരുന്നു, ഇവിടെ എത്തി, തിരിച്ച് ഇവിടെ വന്നു, തിരിച്ച് ഇവിടെ എത്തി, തിരിച്ച് ഇവിടെ വന്നു, തിരിച്ച് ഇവിടെ വന്ന് തട്ടി. ഇതാണ് റെസിസ്റ്റൻസ് പോയിന്റ്. അതായത് ആ ഒരു പോയിന്റിലെത്തിയപ്പോൾ മാർക്കറ്റ് വീണ്ടും താഴെ വരുന്നു. താഴെ വന്ന് നമുക്കത് ഇവിടെ വരെ എത്തിയെന്ന് വെച്ചു. മാർക്കറ്റ് എപ്പോഴും പെട്ടെന്ന് താഴെ വന്ന് ഇവിടെ എടുക്കത്തില്ല. ഇവിടെ എത്തിയപ്പോൾ മാർക്കറ്റിന് പിന്നെ താഴെ പോകാൻ പറ്റിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് അവിടെ എത്തിയപ്പോൾ മാർക്കറ്റിന് കുറച്ചുകൂടെ ഓർഡേഴ്സ് കിട്ടി. ആ ഒരു സോണിലെത്തിയപ്പോൾ തിരിച്ച് കയറാനുള്ളൊരു ഫ്യൂവൽ കിട്ടിയ കണക്ക് മാർക്കറ്റ് തിരിച്ച് കയറുവാണ്. ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, തിരിച്ച് വീണ്ടും മാർക്കറ്റ് ഇവിടെ കയറി. ഇവിടെ എത്തിയപ്പോൾ വീണ്ടും തട്ടി. മനസ്സിലായില്ലേ? മാർക്കറ്റ് വീണ്ടും ഇവിടെ എത്തിയപ്പോൾ തട്ടി. കാരണം ആ ഒരു സോണിൽ സെല്ലിങ് ഓർഡേഴ്സ് ഒരുപാട് കിടപ്പുണ്ട്. അവിടുന്ന് വീണ്ടും വന്നു, വീണ്ടും വന്നു, വീണ്ടും വന്നു, വീണ്ടും വന്നു, വീണ്ടും നേരെ വന്നു, ഇവിടെ എത്തിയപ്പോൾ വീണ്ടും കിട്ടി. നമുക്ക് തിരിച്ച് പോകാനുള്ള ഊർജ്ജം കിട്ടി, അല്ലെങ്കിൽ ഫ്യൂവൽ നിറച്ചെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവിടെ എത്തിയിട്ട് മാർക്കറ്റ് തിരിച്ചിങ്ങനെ വരുവാണ്. ഈ പ്രാവശ്യം മാർക്കറ്റ് തിരിച്ച് ഇതിൻ്റെ മോളിൽ പോയി, എന്നിട്ട് തിരിച്ച് ഇങ്ങനെയായിരിക്കും വരുന്നത്. എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. ഞാൻ ആ ഒരു ചാർട്ടിനെ കോപ്പി അടിക്കുന്നതല്ല, ഇങ്ങനെയാണ് റാൻഡംലി സംഭവിക്കുന്നത്. ചിലപ്പോൾ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ആയിരിക്കത്തില്ല, എന്നാലും ഓക്കെ ഡൺ. അപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ എത്തി. അപ്പോൾ ഇത് ഫസ്റ്റ് പോയിന്റ്, ഇത് സെക്കൻഡ് പോയിന്റ്, ആൻഡ് ദിസ് തേർഡ് പോയിന്റ്. ഇതേപോലെയല്ലേ ഇവിടെ സംഭവിച്ചത്? 1 ആൻഡ് 2 ആൻഡ് 3. ഇത് മൂന്നാമത്തെ മോളിൽ പോയി. അതായത് ഇവിടുന്ന് നമ്മളൊരു ബോൾ എറിഞ്ഞു. ഇപ്പോൾ തറയിൽ പിച്ചിങ് ബോളില്ലേ, പിച്ചിങ് ബോൾ, അതേപോലെ ഒരു പിച്ചിങ് ബോൾ എടുത്ത് തറയിൽ അങ്ങ് എറിഞ്ഞു. ഈ പിച്ചിങ് ബോൾ ഇവിടെ ബൗൺസ് ചെയ്തു, തിരിച്ച് വന്നു, തിരിച്ച് ബൗൺസായി, തിരിച്ച് വന്നു, തിരിച്ച് ബൗൺസായി, ഇവിടെ വന്ന് മോളിൽ തട്ടി. അപ്പോൾ മോളിൽ എന്തോ ഒരു സംഭവമുണ്ട്. അതിൽ തട്ടിയപ്പോൾ ബോളിന് പെട്ടെന്ന് താഴെ വരാൻ ഒരു ഫോഴ്സ് കിട്ടി. അത് വീണ്ടും താഴോട്ട് വന്നു, താഴെ വന്നു, താഴെ വന്നിട്ട് വീണ്ടും മോളിൽ പോയി. അങ്ങനെ ആ 2-3 തവണ ഈ പിച്ചിങ് ബോൾ ഒന്ന് തട്ടിയിട്ട് തിരിച്ച് മോളിൽ പോയപ്പോൾ ഇതിൻ്റെ ഫോഴ്സ് കൂടി ആ മുകളിൽ ഇതിനെ തടസ്സപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു സംഭവത്തിനെ പൊട്ടിച്ച് ബോൾ അതിൻ്റെ മോളിൽ പോയി. ഇനി ബോൾ താഴെ ഇറങ്ങണതിന് പകരം അതിൻ്റെ മുകളിൽ നിന്നായിരിക്കും ബോൾ കളിക്കുന്നത്. അതായത് ഇതിൻ്റെ മുകളിൽ നിന്നും വീണ്ടും ഇങ്ങനെ പിച്ച് ചെയ്ത് മോളിൽ പോയിട്ട് ഇനി ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് സോൺ കാണും. അതായത് ബോൾ ഇനി വീണ്ടും മുകളിലോട്ട് പോവാതിരിക്കാൻ തടസ്സപ്പെടുത്തുന്ന ഒരു സോണാണ്. അവിടെ നിന്ന് ഇങ്ങനെ തട്ടിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഏരിയ, ദിസ് ഈ ഒരു ഏരിയ, അതായത് ഈ ഒരു ഏരിയ, അതായത് മാർക്കറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസിൽ നിന്നും മാറിപ്പോകുന്ന ഈ ഒരു ഏരിയയെ വിളിക്കുന്ന പേര്, അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രേക്കൗട്ട്. ബ്രേക്കൗട്ട് എന്ന് പറയുമ്പോഴത്തേക്കും മാർക്കറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസിനകത്ത് നിന്നിട്ട് മാറിപ്പോകുന്നു. അവിടെ നിന്നിട്ട് ബ്രേക്ക് ചെയ്ത് പൊട്ടിച്ചങ്ങ് പോവാണ്. മനസ്സിലായില്ലേ? ഇതുവരെ ഇതിനകത്ത് നിന്ന മാർക്കറ്റ്, ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിനകത്ത് നിന്ന മാർക്കറ്റ് ഏതാണോ പൊട്ടിക്കുന്നത് അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് ബ്രേക്കൗട്ട് എന്ന് പറയും. ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു ബുള്ളിഷ് ബ്രേക്കൗട്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിനകത്ത് നിന്നിട്ട് മാർക്കറ്റ് നേരെ ഈ ഒരു സോണ് പൊട്ടിച്ച് ഇതിൻ്റെ മുകളിലേക്ക് വന്നു. മനസ്സിലായില്ലേ? ഇതിൻ്റെ മുകളിലേക്ക് വന്നു. ഇതാണൊരു ബ്രേക്കൗട്ട്. ഈ ഒരു ബ്രേക്കൗട്ട് കൺഫേം ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ തീരുന്ന സമയം ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ബുള്ളിഷ് ബ്രേക്കൗട്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് മാത്രം അനലൈസ് ചെയ്യരുത്, ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ പച്ച കിട്ടി, നമുക്കൊരു ഗ്രീൻ ക്യാൻഡിൽ കിട്ടി. സെക്കൻഡ് ക്യാൻഡിൽ ഇനി ഇത് തീരുമ്പോൾ ഇതിൻ്റെ മുകളിലാണ് ഇത് ക്ലോസ് ചെയ്യണമെന്ന് ഉറപ്പ് വരുത്തണം. ഇതിൻ്റെ മുകളിലാണ് ക്ലോസ് ചെയ്യണമെങ്കിൽ പിന്നെ ഇവിടെ നിന്നായിരിക്കും കളിക്കുന്നത്. അതായത് ഈ സോണ് നമുക്കപ്പോൾ ഒരു സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യും. കൺഫ്യൂഷൻ ആവണ്ട. ഒരിക്കൽ വരുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് മാർക്കറ്റ്. കാരണം നമുക്ക് ഇത്രയും നേരം ഇതായിരുന്നല്ലോ സപ്പോർട്ട്, ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് മാർക്കറ്റ് പിടിച്ച് കയറി ഇതിൻ്റെ മുകളിൽ പോയി. ഇതിൻ്റെ മുകളിൽ പോകുമ്പോഴത്തേക്കും ഇത് സപ്പോർട്ടാവും. കാരണം ഇപ്പോൾ മാർക്കറ്റിന് ഇവിടെ വേറെ എന്തെങ്കിലും ഒരു റെസിസ്റ്റൻസ് കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് വീണ്ടും ഇങ്ങനെ ഇതേപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ കളിച്ചും കൊണ്ടായിരിക്കും മോളിൽ പോകുന്നത്. ചിലപ്പോൾ മേ ബി ഇതായിരിക്കും അടുത്തൊരു റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ് വരുന്നത്. അപ്പോൾ ഇത് പ്രീവിയസ് റെസിസ്റ്റൻസ് സപ്പോർട്ടായിട്ട് മാറുകയും ചെയ്യും, ഇത് നമുക്ക് ലാസ്റ്റ് സപ്പോർട്ടായിട്ട് മാറും. അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്.
സപ്പോർട്ട് റെസിസ്റ്റൻസും വളരെ സിമ്പിളാണ്. മാർക്കറ്റ് ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്യുന്ന മേജർ പോയിന്റ്സ്. അപ്പോൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് മാത്രം നോക്കി എൻട്രി എടുക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് റിസ്ക്കിയാണ്. സപ്പോർട്ട് റെസിസ്റ്റൻസ് മാത്രം നോക്കിയിട്ടല്ല, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് വയ്ക്കുന്നത്. ഇപ്പോൾ ഈ 1 അവർ മാറ്റിയിട്ട് ഞാൻ 4 അവർ ഇടുവാണ്. അപ്പോൾ മാർക്കറ്റ് കുറച്ചുകൂടെ ചെറുതായി. കാരണം നേരത്തെ കണ്ട ക്യാൻഡിൽ എല്ലാം കൂടെ ഇവിടെ ഒറ്റ ക്യാൻഡിൽ, ഈ ഒരു ക്യാൻഡിൽ ഇതുവരെ ക്ലോസ് ആയിട്ടില്ല. കണ്ട 4 അവറിൽ ഈ ഒരു ക്യാൻഡിൽ ഇതുവരെ ക്ലോസ് ആയിട്ടില്ല. നമ്മൾ വരച്ച സപ്പോർട്ടിൻ്റെ മോളിൽ ക്ലോസ് ചെയ്യണം. ഇതിൻ്റെ മോളിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ 4 അവറിൽ നമുക്ക് അത് കറക്റ്റ് ഒരു ബ്രേക്കൗട്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ മോളിലായി, ബട്ട് എന്നാലും ഒരു ക്യാൻഡിലും കൂടെ ഇവിടെ വരണം. അപ്പോൾ 4 അവറിൽ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി 1 ഡേ ചാർട്ട് നോക്കുവാണെങ്കിലോ ഒന്നും ആയിട്ടില്ല. 1 ഡേ ചാർട്ടിൽ ഒറ്റ ക്യാൻഡിൽ ആയതേ ഉള്ളൂ. കാരണം ഒരു ദിവസം 24 മണിക്കൂറുണ്ട് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആവാനായിട്ട്. പക്ഷേ 1 ഡേ ചാർട്ടിൽ നോക്കുവാണെങ്കിൽ ഇതൊരു ബുള്ളിഷ് മൂവ് ആണ് 1 ഡേയിൽ. കാരണം ഓൾറെഡി ഈ ഒരു ക്യാൻഡിൽ വന്നു, രണ്ടാമത്തെ ക്യാൻഡിൽ വന്നു. ഇതൊരു ബുള്ളിഷ് മൂവ് ആയിട്ട് നമുക്ക് 1 ഡേ ചാർട്ടിൽ നോക്കാം. എന്നാൽ ഇത് 1 വീക്ക് നോക്കുവാണെങ്കിലോ വലിയൊരു റെഡ് ക്യാൻഡിലിൻ്റെ അകത്താണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. കാരണം ഇത് വീക്കാണ്. കാരണം ഒരാഴ്ചയിൽ വലിയൊരു ക്യാൻഡിലിൻ്റെ വിക്കിനകത്താണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇതാണ് മൾട്ടിപ്പിൾ ടൈം ഫ്രെയിം എടുത്ത് ഒന്ന് മൂവ്മെൻറ്റ് അനലൈസ് ചെയ്യാൻ പറയുന്നത്. ഒരു മാസം എടുത്ത് നോക്കുകയാണെങ്കിലാ വലിയൊരു വിക്കിനകത്താണ് ഇപ്പം നിൽക്കുന്നത്. 1 മന്ത് വരെയാണ് മാക്സിമം നോക്കുന്നത്. 3 months ഒന്നും അങ്ങനെ അധികം ബിറ്റ്കോയിൻ്റെ മൂവ്മെൻറ്റ്സ് നോക്കാറില്ല. 3 months നെഗറ്റീവ് തന്നെയാണ് വരുന്നത്. 6 months നോക്കുകയാണെങ്കിലാ നമ്മളിപ്പോൾ ഒരു നല്ല വലിയൊരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ അകത്താണ് നിൽക്കുന്നത്. കഴിഞ്ഞ 6 മാസത്തിൽ ബിറ്റ്കോയിൻ നല്ല എല്ലാം പ്രോഫിറ്റബിളാണ്. കഴിഞ്ഞ 6 മാസം കൊണ്ട് ബിറ്റ്കോയിൻ നിൽക്കുന്ന റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രോഫിറ്റാണ്. അപ്പോൾ മേ ബി നമുക്കൊരു ബിയറിഷ് വരാനുള്ള ചാൻസ് കാണും. മനസ്സിലായില്ല? കാരണം ഇത്രയും കഴിഞ്ഞ 6 മാസം കൊണ്ട് ബിറ്റ്കോയിൻ ലോങ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആൾക്കാർ 6 മാസം എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ ക്യാൻഡിലും നമുക്ക് ആ ഒരു റേഞ്ച് വരും. മനസ്സിലായില്ലേ? ഓരോ ക്യാൻഡിലെ ഹൈയും ലോയും എല്ലാം നമുക്ക് ഈ ഒരൊറ്റ ക്യാൻഡിൽ തന്നെ കാണാൻ പറ്റും. കാരണം ഇതിപ്പോൾ 2024 ഓരോ ക്യാൻഡിലും. കണ്ടില്ലേ? ഇത് ജനുവരി, ഇത് ജൂലൈ ആണ്, ഇത് ജനുവരി, ഇത് 2023 ജൂലൈ, 24 ജനുവരി, 24 ജൂലൈ, 25 ജനുവരി, ഇതിപ്പോൾ ജൂലൈ. അപ്പോൾ ഇതിൻ്റെ തീരെ ഡിസംബർ ആവണം. അപ്പം മേ ബി നമുക്ക് ഈ ഒരു ക്യാൻഡിൽ ചിലപ്പോൾ ഒരു ഡിസംബർ ആകുമ്പോൾ ഒരു ബിയറിഷ് ക്യാൻഡിൽ ആവാനുള്ള ചാൻസ് ചിലപ്പോൾ മേ ബി കാണാൻ പറ്റും. കാരണം മന്ത്ലി നമ്മൾ നോക്കുവാണെങ്കിൽ കണ്ട ഇത്രയും ഗ്രീന് വരുമ്പോൾ ഒരു റെഡ് ക്യാൻഡിൽ വരേണ്ടതല്ലേ? ജസ്റ്റ് ഒരു കോമൺ സെൻസ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മേ ബി ചിലപ്പോൾ നമുക്ക് ഇത് ഒരു ഗ്രീൻ ക്യാൻഡിൽ ആവാൻ തന്നെ ചാൻസ് ഉണ്ട്, ബട്ട് പറയാൻ പറ്റത്തില്ല. ഇത് കണ്ടിട്ടൊരു ഡോജി ഫോർമേഷനാണ്. ഇനി ഡിസംബർ വരെ കാത്തിരിക്കണം. ഈ സംഭവം ഡോജി എന്ന് പറയുന്നത് ഇൻഡിസിഷനാണ് മാർക്കറ്റിൽ. ഇതുവരെ ഉണ്ടായിരുന്ന ട്രെൻഡിനെ റിവേഴ്സ് അടിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇതിൻ്റെ താഴെ വന്ന് ക്ലോസ് ചെയ്യണമെങ്കിൽ, അതായത് ഈ 100Kയുടെ താഴെയൊക്കെ വന്ന് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്കൊരു റെഡ് ക്യാൻഡിലായിട്ട് കണക്കാക്കാം. ഈ ഒരു റേഞ്ചിലൊക്കെ താഴെ വരണം അണ്ണൻ. നമുക്ക് നോക്കാം എന്തായാലും എന്താ സംഭവിക്കുന്നതെന്ന്. ബട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. കണ്ട 1 അവർ എടുക്കുമ്പോൾ ഇനി വീണ്ടും അത്രയും ക്യാൻഡിൽ കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ 1 അവറിൽ ഇതാണ് അവസ്ഥ. ഇനി കുറച്ചുകൂടെ സമയം കുറച്ചുകൂടെ ഉണ്ട്. എൻ്റെ കയ്യിൽ നേരത്തെ ഇവിടെ ടൈം പോകുമായിരുന്നു. ഇപ്പോൾ അതെന്തോ ഒരു അപ്ഡേറ്റ് കാരണം ടൈം പോയില്ല. ബട്ട് ഓൾറെഡി 1 അവർ ക്യാൻഡിൽ ഇതൊരു പോസിറ്റീവ് മൂവ്മെൻ്റ് ആയിട്ട് തന്നെയാണ് മെയിനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാർക്കറ്റിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഈസിലി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം മെജോറിറ്റി സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇങ്ങനെയാണ്. നിങ്ങൾ മെജോറിറ്റി സപ്പോർട്ട് റെസിസ്റ്റൻസും ഓരോ സോണ് നോക്കി വരയ്ക്കുക. അപ്പോൾ ഇനി വരുന്ന മേജർ പോയിന്റ്സ് കണക്ട് ചെയ്ത് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം ട്രെൻഡ് ലൈൻ എടുത്തോ, അത് കഴിഞ്ഞിട്ട് ഇതൊറ്റ വരങ്ങ് വരച്ചാൽ മതി. വേണ്ട ഏറ്റവും കൂടുതൽ ടച്ചിങ് അവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്ത പോയിന്റ്സ് എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്ത പോയിന്റ്സ്. കണ്ട, അപ്പോൾ ഇതാണ് ഇനി അടുത്ത സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഈ മാർക്കറ്റിന് ഇതിൻ്റെ മുകളിൽ കയറിയാൽ ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് ഈ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇതിനകത്തായിരിക്കും മാർക്കറ്റ് നിൽക്കുന്നത്. അതായത് ഈ മൂവ്മെൻറ്റ് നമുക്ക് ചിലപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ പ്രതീക്ഷിക്കാം ഈ ഒരു മൂവ്മെൻറ്റ്. കണ്ടോ? ഇനി ഈ ഒരു റെസിസ്റ്റൻസ് പൊട്ടിച്ച് മാർക്കറ്റ് തിരിച്ച് കയറി കഴിഞ്ഞാൽ ഇതിനകത്ത് നിൽക്കും. ഒറ്റയടിക്ക് ചിലപ്പോൾ മേ ബി നല്ലൊരു മൂവ്മെൻറ്റ് വരണമാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് കയറും. അത് എന്തെങ്കിലും ഫണ്ടമെൻ്റൽ ന്യൂസുകൾ വേണം. ഇതിപ്പോൾ ടെക്നിക്കലാണ്. ഫണ്ടമെൻ്റൽ ട്രംപ് എണ്ണം വന്നിട്ട് മാർക്കറ്റിൽ പോസിറ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ചടപടയെന്ന് പറഞ്ഞ് ഈ സാധനം അങ്ങ് കയറും. മനസ്സിലായോ? ഇതങ്ങ് കയറും. അല്ലാത്ത സമയങ്ങളിൽ പതുക്കെ ഓരോ ബൈയും സെല്ലും ഓർഡേഴ്സൊക്കെ കളക്ട് ചെയ്തിട്ട് മാർക്കറ്റ് കയറുള്ളൂ. അപ്പോൾ സപ്പോർട്ട് റെസിസ്റ്റൻസും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ആരും അങ്ങനെ
പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. പക്ഷെ ഞാനാണ് ഇത്രയും ടൈം എടുത്ത് സപ്പോർട്ട് റെസിസ്റ്റൻസും പറഞ്ഞിട്ടുള്ളത്. കാരണം ഇനി നിങ്ങൾക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസും മനസ്സിലാവാതിരിക്കരുത്. കാരണം ഇത്രയും സിമ്പിളായിട്ടാണ് സപ്പോർട്ട് റെസിസ്റ്റൻസും വയ്ക്കുന്നത്. ഇത് വേണമെങ്കിൽ ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് ആയിട്ട് വേണമെങ്കിലും കണക്കാക്കാം. കാരണം ഇത്രയും ടച്ചിങ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് 2-3 സപ്പോർട്ട് റെസിസ്റ്റൻസും വയ്ക്കാം. കാരണം എന്ന് വെച്ചാൽ അത് ട്രേഡിങ് എടുക്കുന്നതിൻ്റെ ഷോർട്ട് പീരീഡിൽ ഇതിപ്പോൾ നമ്മൾ 1 അവറല്ല എടുത്തിരിക്കുന്നത്. ഇപ്പോൾ പോയിട്ട് ഒരു 15 മിനിറ്റ് എടുക്കുകയാണെങ്കിൽ മേ ബി അതൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിരിക്കും. സത്യം 15 മിനിറ്റിൻ്റെ ട്രേഡിംഗ് ആണ് എടുക്കുന്നതെങ്കിൽ ഇത് നമുക്കൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാം. ഈ ഒരു പോർഷൻ കണ്ടില്ലേ, 15 മിനിറ്റ് ഇതാണ് എടുക്കുന്നത്. 15 മിനിറ്റിൽ നമുക്ക് ഇവിടെ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് വന്നു. കാരണം ഓൾറെഡി ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തു. ഈ ഒരു റേഞ്ച് വരച്ച ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തു. ഇവിടെ ഇത്രയും ഒരു അപ്പ് മൂവ്മെൻ്റ് ആണ് ഇപ്പോൾ കാഴ്ചവെച്ചിരിക്കുന്ന മാർക്കറ്റ്. ഒരു അപ്പ് മൂവ്മെൻ്റ് ആണ്. കാരണം ഇത് നമുക്ക് വരയ്ക്കുകയാണെങ്കിൽ ട്രെൻഡ് ലൈൻ എന്നൊക്കെ പറയും. അത് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. കാരണം ആ ലെവലിലേക്ക് ഹയർ ഹൈസും ഹയർ ലോസും ഒക്കെ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 15 മിനിറ്റ് ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ കണ്ട 15 മിനിറ്റിൽ കറക്റ്റ് ഒരു ലോ വന്നിട്ട് ഈ ഒരു റേഞ്ചിൽ നിന്ന് കയറി. അപ്പോൾ ഇവിടെ എനിക്ക് ഒറ്റ കാര്യം കൂടെ പറയാനുണ്ട്. പ്രോപ്പർ സപ്പോർട്ട് റെസിസ്റ്റൻസും എപ്പോഴും ടച്ച് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അതും കൂടെ ഒന്ന് പറയാം. പ്രോപ്പർ സപ്പോർട്ട് റെസിസ്റ്റൻസും, അതായത് എല്ലാവരും ഈ ഒരു സപ്പോർട്ടിൽ വന്ന മാർക്കറ്റ് ഇതെടുക്കും എന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു സപ്പോർട്ട് സോണിൽ വന്ന് മാർക്കറ്റ് ബൈ എടുക്കുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇവിടെ കണ്ടില്ലേ മാർക്കറ്റ് എവിടെ നിന്നാണ് ബൈ എടുത്തത്? ഈ ഒരു റേഞ്ച് കണ്ട 1,06,142. എന്നാൽ നമുക്ക് ഇവിടെ ഇത് ക്ലോസ് ചെയ്ത റേഞ്ച് എന്ന് പറയുന്നത് 109 ആണ്. അപ്പോൾ ഈ 41ഉം 109 തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ 109 നമ്മൾ അടയാളപ്പെടുത്തി ഇവിടെ ഇട്ടേക്കാണെന്ന് വെച്ചോ, 109 അടയാളപ്പെടുത്തി ഇവിടുന്ന് ബൈ ഇട്ടേക്കാണെങ്കിൽ മാർക്കറ്റ് തിരിച്ചു കയറിയത് ഇവിടുന്നാണ് 42 നിന്നാണ്. അപ്പോൾ ചെറിയ ചെറിയ ഡിഫറൻസസ് എപ്പോഴും വരും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമല്ലല്ലോ ഇവിടെ ട്രേഡ് ചെയ്യുന്നത്, വേറെ ഒരുപാട് ആൾക്കാരില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടായിട്ട് ചെറിയ 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 ഡിഫറൻസ് വരും. ഈ റെസിസ്റ്റൻസ് കണ്ടില്ലേ, ഇവിടെ ഇത്രയും അടുത്ത് ആൾക്കാർക്കറിയാം ഇവിടെ പ്രീവിയസ് വെച്ചിട്ട് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യും. അപ്പോൾ ഈ ഒരു സോണിൽ ടച്ച് ചെയ്തു. പിന്നെ 15 മിനിറ്റൊക്കെ ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഈ സോണ് വേണമെങ്കിൽ കണക്കാക്കാം. ബട്ട് ഇവിടെ ഈ ഒരു സോണ് 1, 2, 3, 4 ടച്ച് വന്നു. ഇവിടെ ഒരു ടച്ചും വന്നു. എന്നാൽ പിന്നെ ഇങ്ങോട്ട് ഇവിടെയാണ് വന്നത്. ഇവിടെ രണ്ടിടത്തും അത്രയും എത്തിയില്ല. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഈ ഒരു മാക്സിമം ടച്ചിങ് ഈ ഒരു സോണാണ്. ഇനി മാർക്കറ്റ് തിരിച്ചിറങ്ങുകയാണെങ്കിൽ ഈ ഒരു സോണിൽ വരാം. തിരിച്ചിറങ്ങുകയാണെങ്കിൽ പെട്ടെന്ന് ഈ ഇതേപോലെ ഒരു വലിയ ക്യാൻഡിൽ വന്നിട്ടല്ല, അല്ലാതെ വരികയാണെങ്കിൽ ഇത്രയും ടച്ചിങ്സ് ഇവിടെ വന്നിട്ടുണ്ട്. കണ്ട ഈ ഒരു സോൺ ഇവിടുത്തെ വിക്ക് ഇതുവരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മെജോറിറ്റി ടച്ചിങ്സ് കണക്ട് ചെയ്ത് വരയ്ക്കുക. ചെറിയ ചെറിയ ഡിഫറൻസസ് എല്ലാവർക്കും വരും സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റ് നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടി, നല്ലൊരു ബുള്ളിഷ് മൂവ്, നല്ലൊരു അപ് ട്രെൻഡ് അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് മൂവ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയുന്ന ലെവലിലേക്കാണ് ഇപ്പോൾ മാർക്കറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായ? മാർക്കറ്റ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഞാൻ ഈ പറഞ്ഞ മറ്റേ ട്രെൻഡ്സും കൂടെ വരയ്ക്കുകയാണെങ്കിൽ ട്രെൻഡ് ഇങ്ങനെ പോകും. ഇതൊരു അപ് ട്രെൻഡാണ്. ഓരോ ഹൈയും ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ പോകും. നമുക്കിനി നെക്സ്റ്റ് ഇതിൽ കാണാം ട്രെൻഡിൻ്റെ കാര്യമൊക്കെ. അപ്പോൾ ഇത് കണ്ടപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ് ചെയ്യുക. കൂടാതെ എൻ്റെ സോഷ്യൽ മീഡിയാസ് എല്ലാത്തിലും ഒന്ന് ജോയിൻ ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണും വരെ ബൈ ബൈ.